ഒരുപാട് പരാതികൾ പറയാൻ വന്ന ഒരു കൂട്ടം യുവാക്കളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു കഥയുണ്ട്. ഒരു ഗ്രാമം വളരെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു ഗ്രാമമായിരുന്നു. അവിടുത്തെ ഒരു കൂട്ടം യുവാക്കൾ നമ്മുടെ പ്രശ്നങ്ങൾ പരാതികൾ പറയാൻ വേണ്ടി ഒരു സന്യാസിയെ കാണാനിടയായി. ആ സന്യാസിയോട് പോയിട്ട് പറയുകയാണ്, നമുക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഗ്രാമത്തിൽ ഒരു മഴ പെയ്താൽ തന്നെ അത് ചെളികളായിട്ട് മാറും, ചെളിക്കുണ്ടുകളായി മാറും, അഥവാ വെള്ളം കയറും. അങ്ങനെയുള്ള ഒരുപാട് പരാതികളും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും അവർ ആ സന്യാസിയോട് ഉന്നയിച്ചു. ആ പരാതികളൊക്കെ കേട്ടപ്പോൾ സന്യാസി മറുത്തൊന്നും പറഞ്ഞില്ല. അദ്ദേഹം അവിടുന്ന് ആ യുവാക്കളെയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോയി. ആ നാടിൻ്റെ അടുത്തുള്ള ഒരു ചെളിക്കുണ്ടിലേക്കായിരുന്നു അദ്ദേഹം പോയത്. അവിടെ നിന്ന് ആ ചെളിക്കുണ്ടിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ എന്താണ് കാണുന്നത് എന്ന് അദ്ദേഹം ആ സന്യാസി ആ യുവാക്കളോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആ യുവാക്കൾ പറഞ്ഞത് ഇതൊരു ചെളിക്കുണ്ടല്ലേ എന്നായിരുന്നു അവരുടെ പ്രതികരണം. പക്ഷേ അവിടുന്ന് ആ സന്യാസി പറയുകയുണ്ടായി, ഇതാണ് നിങ്ങളുടെയും പ്രശ്നം. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമാണ് കാണുന്നത്. നിങ്ങൾ ഒന്നുകൂടെ നന്നായിട്ട് നിങ്ങൾ ഈ ചെളിക്കുണ്ടിലേക്ക് നോക്കൂ. അപ്പോഴാണ് അവിടെ ചില ഇടങ്ങളിൽ വിരിഞ്ഞു നിന്ന വെള്ളത്താമരകൾ അവർ കണ്ടത്. അപ്പോൾ അവർ പറയുകയുണ്ടായി, ഇവിടെ കുറച്ച് വെള്ളത്താമര മാത്രമാണ് ഉള്ളത്, ബാക്കി വേറെ ചെടികളൊന്നും ഇവിടെ ഇല്ല എന്ന് അവർ ഉന്നയിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ചിരിച്ചുകൊണ്ട് സന്യാസി അവരോട് പറയുകയുണ്ടായി, അതെ, ഈ വെള്ളത്താമരകൾ വളരണമെങ്കിൽ നല്ല വെള്ളത്തിൽ ഒരിക്കലും ഈ വെള്ളത്താമരകൾ വളരില്ല. അത് വളരാൻ ആവശ്യമായത് ഇതുപോലെയുള്ള ചെളിക്കുണ്ടുകളാണ്. ചെളിക്കുണ്ടുകളിൽ മാത്രമേ ഈ വെള്ളത്താമരകൾ വിരിയൂ. വളരെ മനോഹരമായ ഒരു ചെളിയുമില്ലാത്ത ഈ വെള്ളത്താമരകൾ വിരിയണമെങ്കിൽ വളരെ ചെളി നിറഞ്ഞ ഒരു കുണ്ട് വേണം. അതാണ് നമ്മുടെ ജീവിതവും പഠിപ്പിക്കുന്നത്. നമുക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലേ നമുക്കും വളരാനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ. നമ്മളൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ടാകും, ശാന്തമായ കടൽ ഒരിക്കലും ഒരു നല്ല നാവികനെ സൃഷ്ടിക്കുകയില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. ആ സന്യാസി അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി, നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, പ്രതിസന്ധികളുണ്ടോ, അവിടെയും നിങ്ങളൊരു പുതിയ പ്രശ്നമായി മാറരുത്. നിങ്ങൾ അവിടെ ഒരു പരിഹാരമായിട്ട് മാറണം. നിങ്ങൾക്കുള്ള വിജയത്തിനുള്ള ഒരു വളമാണ് ഈ പ്രശ്നങ്ങളൊക്കെ. നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, അങ്ങനെ നാട്ടിലെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടാവും. പക്ഷേ അവിടെയൊക്കെ നിങ്ങൾക്ക് എത്ര പ്രശ്നങ്ങളുണ്ടോ അത്രയും വിജയിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നവർ പഠിപ്പിക്കുകയുണ്ടായി. അതാണ് ഇനി നമ്മുടെ ജീവിതവും ഒന്ന് നോക്ക്. നമുക്കൊരുപാട് പ്രശ്നങ്ങളില്ലേ, എന്നാൽ വിജയിക്കാനും ഒരുപാട് സാധ്യതകളുണ്ട്. മനസ്സിൽ ഓർത്തു വെച്ചോ, ശാന്തമായ കടൽ ഒരിക്കലും ഒരു നല്ല നാവികനെ സൃഷ്ടിക്കുകയില്ല. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.